പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി കർത്താവായ ഈശോ മിശിഹ എന്ന രാജാവ് എളിദാസനെ അനുവദിച്ചു കൊടുത്ത് നന്ദി പറയുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അരിമത്ഥ്യക്കാരൻ ജോസഫിനെ പോലെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ഒരുക്കം, വ്യക്തിതല ഒരുക്കത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. വ്യക്തിപരമായി നാം ഒരുങ്ങുക. നമ്മൾ മറ്റുള്ള ആരെയും നോക്കുന്നില്ല. ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരെ നോക്കുന്നില്ല, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ നോക്കുന്നില്ല, ക്രിസ്തു മതത്തിൽ സംഭവിക്കുന്നവരെ നോക്കുന്നില്ല, സഭയെ സംബന്ധിച്ച് നോക്കുന്നില്ല, ആരെയും നോക്കില്ല. ഞാൻ വ്യക്തിപരമായി ഞാൻ എന്നെ തന്നെ എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒരുക്കേണ്ടത് എങ്ങനെയാണ്? അത് വെളിപാട് പുസ്തകം 22-ാം 14-15 എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്നുള്ള അതിൻ്റെ ആത്മീയ തലത്തെക്കുറിച്ചുണ്ട്. ജീവൻ്റെ വിശുദ്ധ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾക്കടി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്കികൾ അവയവങ്ങൾ ഇന്ദ്രിയങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നാം എപ്രകാരം ഒരുക്കി യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് ഞാൻ എൻ്റെ ശരീരത്തെ ഒരുക്കി, ഞാനാകുന്ന വ്യക്തിത്വത്തെ ഒരുക്കി ഈശോയ്ക്ക് മുമ്പിൽ എങ്ങനെ റെഡിയായി നിൽക്കണം, നിങ്ങൾ തയ്യാറായിരിക്കണം എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. ആ തയ്യാറെടുപ്പുകൾ എങ്ങനെ വേണം? തയ്യാറെടുപ്പുകൾ എന്ന് പറയുമ്പോൾ അതിനൊരു ഭൗതിക തലം കൂടെയുണ്ട്. ആത്മീയ തലത്തിലെ ഒരുക്കം, പാപവും ദുരാത്മാവും അതിൻ്റെ അസ്വസ്ഥലും കയറി നമ്മുടെ ശരീരത്തിൽ ആത്മാവിൽ കയറിയാൽ അതിനെ എങ്ങനെ ബഹിഷ്കരിക്കണം എന്നതിനെ പറ്റിയുള്ള ആത്മീയ തലം ഞാൻ പറഞ്ഞു. എന്നാൽ ഇനി ഞാൻ പറയുന്ന അരിമത്ഥ്യക്കാരൻ ജോസഫ്, നമ്മൾ എങ്ങനെ ആയിരിക്കണം? ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ യേശുവിൻ്റെ വരവിന് വേണ്ടി രൂപപ്പെടുത്തിയെടുക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്രകാരമായിരിക്കണം എന്നതിനെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ അരിമത്ഥ്യക്കാരൻ ജോസഫിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ അരിമത്ഥ്യക്കാരൻ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഒരുങ്ങിയോ ഏതാണ്ട് ഒരാവടം ഒരു മോഡലിലായിരിക്കണം നമ്മുടെ ഒരുക്കം. അതിനായി നമ്മുടെ കൺമുമ്പിൽ ആയിരിക്കുന്ന ചില യന്ത്രങ്ങളെ, ചില വസ്തുക്കളെ, ചില കാഴ്ചപ്പാടുകളെ നാം എടുത്തു മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അതിൽ ഒന്നാമത്തെ ഭാഗം നമ്മൾ അരിമത്ഥ്യക്കാരൻ ഒന്നാം ഭാഗത്തിൽ നമ്മൾ കണ്ടത് മൊബൈൽ ഫോൺ ഉപയോഗം. അത് മൊബൈൽ ഫോണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നതിന് മുമ്പ് ശരിക്കും മൊബൈൽ ഫോൺ എന്തായിരുന്നു? മൊബൈൽ ഫോണിലെ സംവിധാനങ്ങൾ ആദ്യം വന്നത് എവിടെയായിരുന്നു? ടെലിവിഷൻ. അപ്പോൾ ആദ്യമായിട്ട് ടെലിവിഷനിൽ 30-40 വർഷം മുമ്പ് ടെലിവിഷൻ നമ്മുടെ അടുത്തേക്ക് വന്നു. ഇന്നും ടെലിവിഷൻ നമ്മുടെ വീടുകളിലുണ്ട്. അതിനുശേഷം ടെലിവിഷനിലെ പ്രോഗ്രാമുകൾ നമുക്ക് എടുത്തുകൊണ്ട് നടക്കാവുന്ന ഒരു ചെറിയ ടെലിവിഷനെ പോലെ നമ്മുടെ കയ്യിലേക്ക് വന്നതാണ് മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോണിൽ ആണ് നമ്മളിപ്പോൾ അടിമപ്പെട്ടു പോയിരിക്കുന്നത്. അതിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ മൊബൈലിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ ആ പ്രവൃത്തിയെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ 1-ാം ക്ലാസ്, അതായത് അരിമത്ഥ്യക്കാരൻ ജോസഫ് 1-ാം ഭാഗത്തിൽ നമ്മൾ കേട്ടു. ഇപ്രാവശ്യം നമ്മൾ കേൾക്കുന്ന അരിമത്ഥ്യക്കാരൻ ജോസഫ് എന്ന 2-ാം ഭാഗമാണ്. 2-ാം ഭാഗത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് സിനിമ എന്ന സംഭവത്തെ. അത് കണ്ണുമായിട്ട് കേന്ദ്രീകരിക്കുന്ന ഭാഗമാണ്, കാതുമായിട്ട് കേന്ദ്രീകരിക്കുന്ന ഭാഗമാണ്. അതിനേക്കാൾ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് കണ്ണും കാതും അടങ്ങുന്ന നമ്മുടെ മനുഷ്യ ശരീരത്തെ അപ്പാടെ എടുത്തു കൊണ്ടുപോയി സിനിമാ തിയേറ്ററിൽ നമ്മൾ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ശരീരവും എല്ലാ ഇന്ദ്രിയങ്ങളും എല്ലാ അവയവങ്ങളും എല്ലാം പരിപൂർണമായിട്ട് നമ്മുടെ സിനിമാ തിയേറ്ററിൽ കൊണ്ട് വയ്ക്കുമ്പോൾ നാം പൂർണ്ണമായും ആ സംഭവത്തിന് വിധേയമാവുകയാണ്. അപ്പോൾ ഈ സിനിമയെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവശക്തനായ ദൈവം എഴുതിയിട്ടുണ്ടോ? ദൈവം അതിനെ എപ്രകാരം കാണുന്നു? അല്ലെങ്കിൽ ദൈവം അർത്ഥമാക്കിയിരിക്കുന്ന ആ സംഭവത്തെ, ഇന്നത്തെ സിനിമയെ പറ്റി, അന്ന് സിനിമയില്ലായിരുന്നു, പക്ഷേ അതിനെപ്പറ്റി കർത്താവ് എന്ത് പറഞ്ഞിരിക്കുന്നു? അതിനെ നമ്മൾ എപ്രകാരം നോക്കി കാണണം, അത് നമ്മളെ എപ്രകാരം ഞാൻ എന്ന വ്യക്തി ഒരുങ്ങണം എന്നതിനെപ്പറ്റി കർത്താവ് പറയുമ്പോൾ, അത് ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 23-ാം തിരുവചനത്തിലേക്ക് നമ്മൾ വരണം. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 23-ാം തിരുവചനം. ഭൂമിയിൽ ജ്ഞാനം അന്വേഷിക്കുന്ന ഹാഗാറിൻ്റെ പുത്രന്മാരോ മിദ്യാനിലെയും തേമാനിലെയും വ്യാപാരികളോ ജ്ഞാനാന്വേഷികളോ കഥ ചമയ്ക്കുന്നവരോ ജ്ഞാനത്തിലേക്കുള്ള മാർഗം മനസ്സിലാക്കിയിട്ടില്ല, അവരുടെ പാതകളെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. അപ്പോൾ നമുക്കറിയാം, കഥ ചമയ്ക്കുന്നവരോ എന്നൊരു വചനമുണ്ട്. അവിടെ നമ്മൾ എന്താണ്? കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ജോഷി എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരാളെ പറഞ്ഞ് നമ്മൾ കേൾക്കും. ഒരു സിനിമ കാണുമ്പോൾ അതിന് മുൻവശത്ത് നമുക്ക് എഴുതി കാണിക്കുന്ന ഭാഗമാണ് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ജോഷി എന്നോ ജോസഫ് എന്നോ എന്തെങ്കിലുമൊക്കെ പേര് ആ വ്യക്തിയുടെ പേരുണ്ടാവും. അപ്പോൾ കഥ ചമയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു സംഭവത്തെ രൂപപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുക നമുക്കറിയാം. അപ്പോൾ അങ്ങനെ കഥ ചമയ്ക്കുന്ന സംഭവങ്ങൾ
നാം ആ കഥയ്ക്കകത്തേക്ക് കയറി നമ്മളത് കണ്ടും കേട്ടുമായി വരുമ്പോൾ നമ്മുടെ ആത്മാവിൽ അതിൻ്റെ ആശയങ്ങൾ പതിഞ്ഞെന്ന് വരാം. അതിലെ നടന്മാരുടെ സൗന്ദര്യം നമ്മുടെ ഹൃദയത്തിൽ ഓർമ്മയിൽ നിന്നൊന്ന് വരാം. അതിൻ്റെ ശബ്ദതരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഓർമ്മിച്ചിരുന്നെന്ന് വരാം. അതിൻ്റെ അസ്വാസ്ഥ്യങ്ങളോ നന്മയോ തിന്മയോ എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ, ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഒരു സിനിമയിൽ നമുക്കൊരു നന്മ ലഭിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. എല്ലാം വ്യംഗ്യാർത്ഥങ്ങളും ശരീര സൗന്ദര്യ പ്രദർശനങ്ങളും ആർഭാടവും ഒക്കെ നമ്മൾ കാണുകയാണ്. ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ സർവശക്തനായ ദൈവം പറയുകയാണ്, നീ കഥ ചമയ്ക്കുന്നവരോ ജ്ഞാനത്തിലേക്കുള്ള മാർഗം മനസ്സിലാക്കിയിട്ടില്ല. ഇങ്ങനെയുള്ളവർ യഥാർത്ഥ ആത്മജ്ഞാനത്തിലേക്കുള്ള മാർഗം മനസ്സിലാക്കിയിട്ടില്ല. അവളുടെ പാതകളെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. ജ്ഞാനത്തിലേക്കുള്ള പാത, അതിൽ ഒന്നാമത്തെ തലം നമ്മൾ പറഞ്ഞ അറിവ്. അറിവിൻ്റെ തലമാണ് ഈ സിനിമകളും അതിൻ്റെ ടെക്നോളജീസും. അതിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നതാണ് ഇത് കാണണമോ കാണണ്ടായോ, കേൾക്കണ്ടായോ എന്നുള്ളതിൻ്റെ തീരുമാനം. അത് ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ജ്ഞാനത്തിൻ്റെ അറിവിൽ വെച്ച് നോക്കുമ്പോൾ അത് നമ്മൾ കർത്താവ് പറയുകയാണ്, ജ്ഞാനത്തിലേക്കുള്ള പാത അവൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പോയിട്ടില്ല. പിന്നെയുള്ള അതീന്ദ്രിയ ജ്ഞാനം. അപ്പോൾ ഇത് നമ്മുടെ ആത്മാവിനെ എപ്രകാരം ബാധിക്കുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ ഇപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകണം? ഒരു വചനത്തിൻ്റെ അറിവിൻ്റെ തലവും ജ്ഞാനത്തിൻ്റെ തലവും അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ തലത്തിലുമാണ് ഞങ്ങൾക്ക് ഈ ക്ലാസ് തന്നുകൊണ്ടിരിക്കുന്നത്. അത് വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം 3-ാം തിരുവചനമാണ്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവൾ പിശാചികളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളുടെയും സങ്കേതവും അശുദ്ധവും ബീഭത്സമായ സകല പക്ഷികളുടെയും താവളമായി. എന്തെന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാത്രമായി വീഞ്ഞ് പാനം ചെയ്തു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. അപ്പോൾ ഇത് അതീന്ദ്രിയ ജ്ഞാനം. ഇത് കർത്താവ് പ്രവചിച്ചെഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് പിശാചികളുടെ വാസസ്ഥലമായി നമ്മുടെ ആത്മാവിലേക്ക് അശുദ്ധവും ബീഭത്സമായ ഏതെങ്കിലുമൊക്കെ ദുഷ്ടാരൂപി നിറഞ്ഞ പക്ഷികൾ കയറി വന്നു. ഈ കയറി വരുന്നതിന് വേണ്ടി നമ്മൾ ഒന്നെങ്കിൽ സിനിമാ തിയേറ്ററുകളിൽ പോയി, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കൂടെ സിനിമകൾ കണ്ടു, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കൂടെ മലേഷ്യമായ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് അശുദ്ധമായ ബീഭത്സമായ പക്ഷി കയറി വരുന്നു, ദുരാത്മാവ് കടന്നു വരുന്നു. അതിനുവേണ്ടി നമ്മളിത് വാങ്ങാൻ വേണ്ടി വ്യാപാരികളെ ധനികരാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ സാധനം ടെലിവിഷനോ മൊബൈൽ ഫോണുകളോ അങ്ങനെയുള്ള സാധനം ലാപ്ടോപ്പുകളോ ഒക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുകയും ചെയ്തു. അപ്പോൾ ആര് ധനികരായി? വ്യാപാരികൾ ധനികരായി. ആരെ ധനികരാക്കി? നമ്മൾ ധനികാര്യരാക്കി. മാസാമാസം വീണ്ടും പൈസ ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ മാസാമാസം നമ്മളിത് അല്ലെങ്കിൽ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ അത് പുതുക്കി മറ്റു സാധനങ്ങൾ വാങ്ങുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഇത്തരം സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് നമ്മൾ അതിനൊരു പങ്കാളിത്തമാകുന്നു, നമ്മുടെ ആത്മാവ് അശുദ്ധമാകുന്നു. അപ്പോൾ ജ്ഞാനം എന്ന് പറയുന്നത് അന്വേഷിച്ചില്ല. വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ജ്ഞാനത്തിൽ യേശു ക്രിസ്തു പറഞ്ഞ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജ്ഞാനം നമ്മൾ അന്വേഷിച്ചില്ല. അതീന്ദ്രിയ ജ്ഞാനം അതിൻ്റെ ദൈവികമായ സ്വർഗം അർത്ഥമാക്കുന്ന ജ്ഞാനത്തിൻ്റെ വരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചില്ല. അതിന് വെളിപാട് 18:3 അത് നമ്മൾ കേട്ടില്ല. മറ്റൊന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏതാണ് നമ്മൾ കണ്ടത്? ബാറൂഖ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 23-ാം തിരുവചനം. ഭൂമിയിൽ ജ്ഞാനം അന്വേഷിക്കുന്നവരോ ഹാഗാനപുത്രന്മാരോ അമിദ്യാലിലെ തേമാനിലെ വ്യാപാരികളോ ജ്ഞാനാന്വേഷികളോ കഥ ചമയ്ക്കുന്നവരോ ജ്ഞാനത്തിലേക്കുള്ള മാർഗം മനസ്സിലാക്കിയിട്ടില്ല, അവളുടെ പാതയെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. അപ്പോൾ ഇത്തരം സിനിമ എന്ന സംഭവങ്ങളെക്കുറിച്ച് നാം എങ്ങനെയാണ് ഞാൻ കാണേണ്ടത്? ഞാനിപ്പോൾ ആകുന്നതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ആവണമെന്ന്, സഭയാകണമെന്ന്, ലോകമാണെന്നൊന്നും ഞാൻ പറയില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, അരിമത്യാക്കാരൻ ജോസഫ് എന്ന് പറയുമ്പോൾ അന്ന് ജെറുസലേമിൽ ഇസ്രായേലിൽ എത്രയോ ലക്ഷം ഇസ്രായേൽക്കാരുണ്ടായിരുന്നു. അന്നത്തെ പശ്ചാത്തലത്തിൽ എത്രയോ ലക്ഷം ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഇസ്രായേൽക്കാരുണ്ടായിരുന്നു, യഹൂദന്മാരുണ്ടായിരുന്നു. ആ യഹൂദരിൽ ഒരേ ഒരാളായ അരിമത്യാക്കാരൻ ജോസഫാണ് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് മാറുന്നത്. എന്നതുപോലെ ഞാനെന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെന്ന വ്യക്തി, ഈ സമൂഹത്തിൽ, ഈ പശ്ചാത്തലത്തിൽ, ഈ സഭയിൽ, ഈ ലോകത്തിൽ, രാഷ്ട്രത്തിൽ നാം എന്തിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന് വ്യക്തിപരമായിട്ട് ആലോചിക്കുന്നു, ചിന്തിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് മാറി നിൽക്കാനുള്ളൊരു അവസരം ഇപ്പോൾ യേശുവിൻ്റെ 2ാമത്തെ വരവിന് മുമ്പ് നിങ്ങൾ ഒരുക്കുന്ന ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ സർവശക്തനായ ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിലല്ലേ നമ്മൾ അത്രയും തീക്ഷ്ണമായി ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ എന്നൊരു ചിന്തയും നമ്മുടെ മനസ്സിൽ വരാം. അതുകൊണ്ടാണ് നിങ്ങളോട് വളരെ വ്യക്തമായ ഭാഷയിൽ, ദൈവീക ഭാഷയിൽ, അറിവിൻ്റെ തലത്തിൽ, ജ്ഞാനത്തിൻ്റെ തലത്തിലും അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ തലത്തിലും നിങ്ങളുടെ ദൈവം സംസാരിച്ചിരിക്കുന്ന വചനത്തിൻ്റെ നിഗൂഢാർത്ഥങ്ങളെ മനസ്സിലാക്കി തരാം. കാരണം ഇങ്ങനെ ഒരുങ്ങുന്ന വ്യക്തികൾക്കാണ് സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ മേഘത്തേരിലേക്ക് എടുക്കപ്പെടുവാൻ, നിത്യജീവനിലേക്ക് എടുക്കപ്പെടാൻ അവകാശവും സാഹചര്യമുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ഒന്ന്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത്, ഒന്ന് മൊബൈൽ ഫോണ്, നിങ്ങൾ ഓർത്തിരിക്കണം. 1, 2 സിനിമ അഥവാ സിനിമാ തിയേറ്ററുകൾ, അതിൻ്റെ കഥകൾ,
അതിൻ്റെ പശ്ചാത്തലങ്ങൾ, അതിൻ്റെ നന്മ ചിന്മയോ ആയ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് പണം മുടക്കുന്നതും ആ സാഹചര്യത്തിൽ പോകുന്നതും ആ കെട്ടിടത്തിനുള്ളിൽ കയറിയിരിക്കുന്നതുമെല്ലാം എല്ലാം നമുക്ക് അരിമത്ഥ്യക്കാരൻ ജോസഫിനെ പോലെ ആയിരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. ഇനി മറ്റൊന്നാണ്, ഒന്ന് നമ്മൾ മൊബൈൽ കണ്ടു, 2 സിനിമ അഥവാ തിയേറ്ററുകൾ അങ്ങനെയുള്ള കഥ വയ്ക്കുന്നുണ്ട്. 3 രാഷ്ട്രീയം. എന്താണ് രാഷ്ട്രീയം? രാഷ്ട്രീയത്തെക്കുറിച്ച് വിശകലനത്തിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? നാം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമോ? രാഷ്ട്രീയ ചിന്തകൾ അപ്പോൾ നമ്മൾ ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്. ജനാധിപത്യ രാഷ്ട്രത്തിൽ ലോകത്തിലത്തെ ജനാധിപത്യ രാഷ്ട്രങ്ങളുണ്ട്. അവിടെ എല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിൻ്റെ കാഴ്ചപ്പാടുണ്ട്, കൊടിക്കൂറുകളുണ്ട്, അതിൻ്റെ ആശയങ്ങളുണ്ട്, തത്വസമിതികളുണ്ട്, ഓഫീസുകളുണ്ട്, മുദ്രകളുണ്ട്, അതിൻ്റെ വഴികളുണ്ട്, മുദ്രാവാക്യങ്ങളുണ്ട്, അതിൻ്റെ പാർട്ടി നേതാക്കന്മാരുണ്ട്, അതിന് ഡ്രസ്സുകളുണ്ട്, കളറുകളുണ്ട്, ഡിസൈനുകളുണ്ട്, എല്ലാം രാഷ്ട്രീയത്തിൻ്റെ ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കർത്താവ് പറഞ്ഞ വചനത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ പഠിക്കണം. ഏശയ്യാപ്രവചന പുസ്തകം 9-ാം അധ്യായം, ഏശയ്യാപ്രവചന പുസ്തകം 9-ാം അധ്യായം 3-ാം തിരുവചനം, അവിടെ മുതൽ വായിക്കണം നമ്മൾ. അന്ധകാരത്തിൽ കഴിഞ്ഞതിൻ്റെ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുമ്പിൽ ആഹ്ലാദിക്കുന്നു. ഇനി വായിക്കുന്ന വചനമാണ് നമുക്ക് ആവശ്യമുള്ളത്. അവൻ വഹിച്ചിരുന്ന നുകവും അവൻ്റെ ചുമലിലെ ദണ്ഡും മർദ്ദകന്റെ വടിയും മിതിയാന്റെ നാളിൽ എന്ന പോലെ അങ്ങ് തകർത്തു കളഞ്ഞിരിക്കുന്നു. അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ അഗ്നിയിൽ ദഹിപ്പിക്കും. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അതായത് ഇന്നാണെങ്കിൽ എന്തെന്നാൽ ഇന്ന് നമുക്ക് യേശുക്രിസ്തു കൂടെയുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ അട്ടഹാസം എന്ന വാക്കിൻ്റെ അർത്ഥം സമരജാതകൾ. രക്തം പുരണ്ട വസ്ത്രം എന്ന് പറയുന്നത് രാഷ്ട്രീയം. അതായത് പല ആളെയും കൊന്നുവെച്ചിട്ട് ഒരു രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അതവരുടെ വസ്ത്രം പോലെയാണ്. ആ വസ്ത്രത്തിൽ രക്തം പുരണ്ട പോലെ തന്നെയാണ് രാഷ്ട്രീയം. അപ്പോൾ രക്തം പുരണ്ട വസ്ത്രം രാഷ്ട്രീയം. ചുമലിലെ ദണ്ഡ് രാഷ്ട്രീയ പതാക. മർദ്ദകൻ്റെ വടി ഭീകരത അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ആശയം. അതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവർ വഹിച്ചിരുന്ന നുകവും അവൻ്റെ ചുമലിലെ ദണ്ഡും മർദ്ദകൻ്റെ വടിയും മിദ്യാന്റെ നാളിൽ എന്നപോലെ അങ്ങ് തകർത്തു കളഞ്ഞിരിക്കുന്നു. അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ അഗ്നി ദഹിപ്പിക്കും. അപ്പോൾ എല്ലാ രാഷ്ട്രീയ ആശയങ്ങളെയും സർവശക്തനായ ദൈവത്തിൻ്റെ വരവിൽ ഈ ഭൂമിയിൽ അഗ്നിക്കിരയാക്കും എന്നാണ് സർവശക്തനായ ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കൊരു ചിന്ത വരും, നമ്മൾക്ക് രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും പാർട്ടികൾക്ക് വോട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികൾക്ക് നമ്മൾ വോട്ട് കൊടുക്കാം, അതിന് പ്രശ്നമില്ല. പക്ഷേ അവരുടെ ആശയങ്ങൾ, അവരുടെ ചിഹ്നങ്ങൾ, അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, അതിൻ്റെ മുദ്രാവാക്യങ്ങളൊന്നും നമ്മൾ ഏറ്റുചൊല്ലുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ല. കാരണം ഇത് കർത്താവ് നശിപ്പിക്കാൻ പോകുന്നതാണ്. കാരണം രഥങ്ങളെ കത്തിച്ചോളുന്ന കർത്താവ് പറഞ്ഞത് സക്രിയപരമസ്. രഥങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ രാജാക്കന്മാർ. ഇന്നത്തെ രഥങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റുകൾ. ഓരോ ഗവൺമെൻറ്റുകളെയും കർത്താവ് സൃഷ്ടിക്കുന്ന ദൈവത്തിൻ്റെ വരവിൽ അഗ്നിക്കിരയാക്കും, കർത്താവ് കത്തിച്ചു കളയും. എന്തെന്നാൽ നമുക്കിന്ന് ഒരു യേശുക്രിസ്തു ആണുള്ളത്. അപ്പോൾ നിങ്ങൾ ആരാണ് നിങ്ങളുടെ നേതാവ്? നിങ്ങളുടെ നേതാവ് യേശുക്രിസ്തു, ഏകരക്ഷണ യേശുക്രിസ്തുവാണ് നിങ്ങളുടെ നേതാവ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയം, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, യോഹന്നാൻ പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി പോരാടാൻ യുദ്ധം ചെയ്യുവാൻ പട്ടാളക്കാരും അതിൻ്റെ സംവിധാനങ്ങളും ഉണ്ടാകുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികം എന്ന് പറഞ്ഞാൽ ആശയപരമായ രാഷ്ട്രീയപരമായ അതിൻ്റെ കാഴ്ചപ്പാടുപരമായ തിയറിയുള്ള സിസ്റ്റമാറ്റിക്കുള്ള അല്ലെങ്കിൽ ജനാധിപത്യമായ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാഴ്ചപ്പാടും തത്വസംഹിത ഭൂമിയിലെ ചട്ടക്കൂടുകളെ, ഗവൺമെൻറ് ചട്ടക്കൂടുകളെയാണ് കർത്താവ് ആശയപരത അല്ലെങ്കിൽ ഇങ്ങനെ പറയും ഐഹികമാ എന്ന് പറയുന്നത്. ഐഹികം ദൈവത്തിൻ്റെത് ഐഹികമല്ല, ആശയപരമല്ല, റിയാലിറ്റിയാണ്. അത് ഒരു സത്യമാണ്. ഇതെല്ലാം മനുഷ്യൻ കൃത്യസമയത്ത് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എഴുതി കൂട്ടി ഉണ്ടാക്കിയ തത്വസംഹിതമാണ് രാഷ്ട്രീയ കാഴ്ചപ്പാട്. ഇതിൻ്റെ ആശയങ്ങളും കാഴ്ചപ്പാടുകളൊന്നും വ്യക്തിപരമായി നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പാടില്ല. യേശുക്രിസ്തുവിന്റെ വരവാകുമ്പോഴത്തേനും അപ്പോൾ എന്ത് ചെയ്യണം? നാം അവിടെ അരിമത്ഥ്യക്കാരൻ ജോസഫിനെ പോലെ ആയിരിക്കണം. എന്തിലും ഏതിലും നോക്കിയും കണ്ടു നിന്നുകൊള്ളുക, ശ്രദ്ധാപൂർവ്വം നിന്നുകൊള്ളുക, ബുദ്ധിപൂർവ്വം നിന്നുള്ള എൻ്റെ ആത്മാവിനെ യേശുക്രിസ്തുവിന് പണയം വെച്ച് സൂക്ഷിച്ച് പിടിച്ചുകൊള്ളുക. കാരണം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ തിരിച്ചെടുക്കാവുന്ന ഒന്നല്ല നമ്മുടെ ആത്മാവ്. പെട്ടെന്നൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാവിന് തിരിച്ചെടുക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടു, അതിന് കനത്ത വില നൽകേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ചോര നൽകേണ്ടി വരും, ചിലപ്പോൾ നമ്മുടെ വേദനകൾ നൽകേണ്ടി വരും, ചിലപ്പോൾ പണം നൽകേണ്ടി വരും, ചിലപ്പോൾ സമ്പത്ത് നൽകേണ്ടി വരും, ചിലപ്പോൾ മാസങ്ങൾ തപസ് ചെയ്യേണ്ടി വരും, വലിയ ഉപവാസവും പ്രാർത്ഥന ചെയ്യേണ്ടി വരും, ഒരുപാട് നിലവിളിച്ച് കർത്താവിന് മുമ്പിൽ വലിയ മാപ്പപേക്ഷിക്കേണ്ടി. അങ്ങനെ ഒരുപാട് പശ്ചാത്താപത്തോടെ അനുതാപത്തോടെ വിശദീകരണ പ്രക്രിയയോടെ മാസങ്ങൾ വർഷങ്ങൾ കൊണ്ടാണ്
ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ മകനും മകളുമായി രൂപാന്തരപ്പെടുന്നത്. അല്ലാതെ ഒരൊറ്റ സെക്കൻഡിൽ പെട്ടെന്ന് ഈശോയുടെ മകനായി മാറിയൊക്കെ ഇതെല്ലാം എടുത്ത് ഉപേക്ഷിച്ചേക്കാമെന്ന് പറഞ്ഞുകൊണ്ടല്ല. ഒരു മനുഷ്യനും യേശു ക്രിസ്തുവിൻ്റെ മകനായിട്ട് മാറുന്ന മകളായിട്ട് മാറുന്നത് അതിന് അനേകം വർഷത്തെ പ്രോസസ്സിങ് അഥവാ അനേകം വർഷത്തെ വിശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ശേഷമാണ് ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ മകനും മകളുമായി മാറുന്നത്. അതിനുശേഷം അതുകൊണ്ട് നമ്മളിൽ നിന്നും ഈ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാലഘട്ടങ്ങളിൽ, ഈ പശ്ചാത്തലങ്ങളിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ പരിശുദ്ധാത്മാവ്, നമ്മൾ നഷ്ടപ്പെട്ട നമ്മുടെ ദൈവാത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ പെട്ടെന്ന് തിരിച്ചു പിടിച്ച് വീണ്ടും ഈശോയുടെ കൂടെ അങ്ങാകാം എന്നാരും വിചാരിക്കരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. അതുകൊണ്ട് 1 മൊബൈൽ ഫോണ്, 2 രാഷ്ട്രീയം, 3 സിനിമ, അങ്ങനെ 3 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് അരമ്പത്തേക്കാരൻ ജോസഫ് 2ാം ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ലോകത്ത് നമ്മുടെ കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്, മനസ്സ്, ശരീരം, ആത്മാവ്, ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു പശ്ചാത്തലമാണ്, കാലഘട്ടമാണിത്. കാരണം യേശുക്രിസ്തുവിൻ്റെ വരവ് പടിവാതിലാണ്. ഇറാനിട്ട് ഏത് നിമിഷം പൊട്ടിക്കുമെന്നും പറഞ്ഞ് ആരാധിക്കുന്നത് അമേരിക്കന്ന്. പെട്ടെന്ന് അടി പൊട്ടിയാൽ എന്തു സംഭവിക്കും? ഒരു പ്രശ്നമുണ്ടായാൽ എന്തു സംഭവിക്കും? യുദ്ധം പൊട്ടി പുറപ്പെട്ടാൽ എന്തു സംഭവിക്കും? പ്രിയ സഹോദരങ്ങളെ, മാർക്കറ്റുകൾ പ്രത്യക്ഷമാകും, പെട്രോൾ ഡീസൽ ലഭ്യത കിട്ടാതെ വരും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ അനുഭവിച്ച സുഖസൗകര്യങ്ങൾ നേരെ എതിരായിട്ട് വരും. ഇപ്പോൾ അനുഭവിച്ച സുഖസൗകര്യങ്ങൾ മുഴുവൻ നമുക്ക് കഷ്ടവും ദുഃഖവും ദുരിതവും വേദനയുടെ ആഴങ്ങളിൽ നമ്മൾ നീന്തി തുടിക്കും. വേദനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അത് അതിഭയാനകമായി നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ കർത്താവിനോട് ചേർന്ന് വിശുദ്ധിയോടെ പ്രത്യേക രീതിയിൽ നിൽക്കുന്നവർക്ക് മാത്രം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വെളിപാട് 3:10 പറഞ്ഞത്, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും, എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു. അതുകൊണ്ട് ആ വചനത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ വചനം, സനാതന സുവിശേഷം, വിശുദ്ധ ഗ്രന്ഥത്തിലെ ജീവൻ്റെ വചനങ്ങൾ, അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വചനങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? അതുകൊണ്ട് ബാറൂക്ക് ഇബ്രാഹിമിന്റെ പുസ്തകത്തിൽ ഒരു വചനോട് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇപ്പം നിർത്തിയാണ്. അതിന് നാളെ ആരംഭത്തേക്കാളും ജോസഫ് 3ാം ഭാഗത്തിൽ പ്രവേശിക്കാം. ബാറൂക്ക് ഇബ്രാഹിമിന്റെ പുസ്തകം 3ാം അധ്യായം അതിൻ്റെ 9ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയാണ്, ഇസ്രായേലേ, ജീവന്റെ കൽപ്പനകൾ കേൾക്കുക, ശ്രദ്ധാപൂർവം ജ്ഞാനമാർജിക്കുക. ഇസ്രായേലെ, നീ ശത്രുവായി തകപ്പെടാൻ എന്താണ് കാരണം? അപ്പോൾ ഇസ്രായേൽ വേർത്ത് നമ്മൾ എന്ത് ചെയ്യണം? കത്തോലിക്ക സഭയെന്ന് വിളിച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് പറയാം. കത്തോലിക്ക സഭയെ ജീവന്റെ കൽപ്പനകൾ കേൾക്കുക, ശ്രദ്ധാപൂർവം ജ്ഞാനമാർജിക്കുക. കത്തോലിക്ക സഭയെ നീ ശത്രുരായി തകപ്പെടാൻ എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ എറണാകുളം മുഖാനുതിൽ ശത്രുതയോടെ പെരുമാറാൻ എന്താണ് കാരണം? ഇനി അവിടെ നമ്മുടെ പേര് വെച്ച് പറയുക, ജോസേ, അല്ലെങ്കിൽ നമ്മുടെ പേര് വെച്ച് പറയുക, ജീവന്റെ കൽപ്പനകൾ കേൾക്കുക, ശ്രദ്ധാപൂർവം ജ്ഞാനമാർജിക്കുക. ജോസേ, നീ ശത്രുരായി തകപ്പെടാൻ എന്താണ് കാരണം? അല്ലെങ്കിൽ എൻ്റെ പേര് ജോസ് എന്നാണെങ്കിൽ നിങ്ങളുടെ പേര് ആ സ്ഥാനത്ത് വെച്ച് പറയുക. നമ്മൾ ആ ശത്രുരായത്തിലാണോ, ശത്രുതയിലാണോ, വിദ്വേഷത്തിലാണോ, കോപത്തിലാണോ, അശുദ്ധിയിലാണോ, വെറുപ്പിലാണോ, കോപത്തിലാണോ, നൈരാശ്യത്തിലാണോ, ഏതായാലും പൈശാചികതയുടെ തിന്മയിൽ പെട്ടുപോയിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചുകൊള്ളുക. വ്യക്തമായിട്ട് വ്യക്തിപരമായിട്ട് പഠിക്കുക. അതുകൊണ്ടാണ് ഓരോ രീതിയിലും ആ വചനത്തെ അറിവിൻ്റെ തലത്തിൽ, ജ്ഞാനത്തിൻ്റെ തലത്തിൽ, അതിൻ്റെ ജ്ഞാനത്തിൻ്റെ തലത്തിൽ നിങ്ങളെ ഓരോ തലത്തിലും വചനത്തിൻ്റെ നിഗൂഢാർത്ഥങ്ങളെ വെളിപ്പെടുത്തി തന്ന് നിങ്ങളുടെ ആത്മാവിനെ നിത്യപാതാളത്തിൽ നിന്നും നിത്യ അശുദ്ധിയിൽ നിന്നും നിത്യമലയത്തിൽ നിന്ന് രക്ഷിച്ച് രക്ഷ നൽകി സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ തിരുത്വത്തിൻ്റെ അഭിഷേകത്താൽ വിശുദ്ധിയും പരിശുദ്ധിയും കൊണ്ട് നിറഞ്ഞ മക്കളാക്കി മാറ്റുവാൻ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി ഈ ക്ലാസ് പ്രത്യേകം തയ്യാറാക്കി നിങ്ങൾക്ക് തരാം. കാരണം ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് പടിവാതിക്കലെത്തി നിൽക്കുന്ന സമയത്ത് നാം ഒരുങ്ങേണ്ടത് എങ്ങനെയെന്ന് വ്യക്തമായിട്ട് പറയണം. അതുകൊണ്ട് അരമത്യാക്കാരൻ ജോസഫിനെ പോലെ ആകുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനെ നമ്മെ ഓരോരുത്തരും സർവശക്തനായ യേശുനാഥൻ അനുഗ്രഹിക്കട്ടെ, പരിപാലിക്കട്ടെ, ബാധിക്കുന്നു. ആമേൻ.